അവിചാരിതമായി കിട്ടിയ ബുക്കാണ് മോഹൻലാൽ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. ലാലേട്ടൻ്റെ മണ്ണിലാണ്. എന്തായാലും വായനയെ സ്നേഹിക്കുന്ന ഒരു മുതലാളിക്ക് തോന്നിയ ഒരു കോൺസെപ്റ്റാണ് വായനയ്ക്കൊപ്പം ഭക്ഷണം, നല്ല ആഹാരം, അതായത് ചെറിയ കാപ്പി കാര്യങ്ങൾ, പിന്നെ സ്നാക്സ്. അതിനൊക്കെ പുറമെ ഞാൻ പറഞ്ഞല്ലോ, വായനയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു ആംബിയൻസാണ്. പക്ഷെ കാമൻകോയിട്ടായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ബുക്ക് കൊടുത്ത് ഒരു കാപ്പി ഇങ്ങനെ നുണന്ന് ഇങ്ങനെ ഇരിക്കാം, വല്ലാത്തൊരു ഫീലല്ലേ. അപ്പോൾ എന്തായാലും കഥകളും വിഷയങ്ങളെല്ലാം പറയാം, വാ പോര്. കൂടുതൽ വെറൈറ്റി ആയിട്ടാണ് ബ്ലൂ ടീ. ഈ ബ്ലൂ ടീക്ക് നമ്മൾ ലേശം ലെമൺ ഇങ്ങനെ എടുത്ത് ഒഴിച്ച്, ഷുഗറല്ല, അത് പഞ്ചസാര പകരം തേൻ, ഹണി മിക്സ് ചെയ്യാം. GR ഇന്ദുഗോപൻ്റെ വിലായത്ത് ബുദ്ധ വായിച്ചപ്പോൾ തന്നെ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് സച്ചി സംവിധായകൻ. സച്ചിയുടെ നമ്മളെ വിട്ടുപോയി, പക്ഷേ വിലായത്ത് ബുദ്ധ സിനിമയാക്കണമെന്ന് അദ്ദേഹം കുറേ ആഗ്രഹിച്ചിരുന്നു. എടാ, ഇത് മസ്റ്റ് ട്രൈ ഐറ്റം എന്തൊക്കെയാണ്? ബർഗർ, സിംപ്ലി ചിക്കൻ ആൻഡ് ചീസ്, ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ കട്ട്ലേറ്റ്, ക്രാബ്. നമ്മളിപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ എവിടെ വരുന്നത്? നമ്മളിപ്പോൾ അടൂർ ബൈപ്പാസ് ആണിത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണെങ്കിൽ നെല്ലുമുട്ടിപ്പടി എന്നാണ് ഇവിടുത്തെ ജംഗ്ഷൻ്റെ പേര്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ടീയോ അല്ലെങ്കിൽ കോഫിയോ ഇങ്ങനെ മൂവ്മെൻറ്റ് കൂടുതൽ നമ്മളെ ഐറ്റം നമുക്ക് 2-3 പിന്നെ കൂടുതലും കോഫിയാണ് പോകുന്നത്. കോഫി ഐറ്റംസ് ആണ് കൂടുതലും പോകുന്നത്. നമ്മൾ ഇടുക്കി ഫോക്കസ് തേക്കുന്നത് പുറത്തും ബോർഡ് കണ്ടു കുറേ ഇടുക്കി. അത് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇടുക്കി എലാഞ്ചി ചായ, ഇടുക്കി കട്ടൻ ചായ, ലെമൺ ടീ, മസാല ടീ, ഹെർബൽ ടീ, മിൻറ്റ് ടീ, ഐസ്ഡ് ടീ, പിന്നെ ആക്റ്റീവ് ഐസ്ക്രീം, മിൽക്ക് ഷേക്ക് ആണോ? മിൽക്ക് ഷേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഓപ്പണിംഗ് 10 മണിക്കോ? 10:30 10 ടു രാത്രി 10 വരെ. അപ്പോൾ നമുക്ക് ഈ ഫുൾ ടൈം അവയെല്ലാം എന്തായിരിക്കും അവരുടെ ഐറ്റംസ്? നമുക്ക് ചിക്കൻ പോപ്കോൺ ഉണ്ട്, പാസ്ത, ചിക്കൻ നഗറ്റ്സ്, മോമോസ്, ക്രാബ് ക്ലോസ്, സാൻഡ്വിച്ച്, ബർഗർ, അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ പേസ്ട്രി ആയിട്ടാണെങ്കിൽ നഗറ്റ്സ് ഉണ്ട്, ബ്രൗണി, മഫിന്, ബനാന കേക്ക്. അപ്പോൾ ഈ നമുക്ക് ഈ പാസ്ത ഐറ്റങ്ങൾ വേറെ ഉണ്ടോ? പാസ്ത ഉണ്ട്, ചിക്കൻ പാസ്ത, വെജ് പാസ്ത ഉണ്ട്. ഇതൊക്കെ രാവിലെ തൊട്ട് അവൈലബിൾ ആയിരിക്കും എല്ലാം? എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് മോമോസിന് എത്ര ഐറ്റം വരും? മോമോസ് ചിക്കൻ, നോർമൽ ചിക്കനും വെജുമാണ് വരുന്നത്. പിന്നെ നമുക്ക് പുതിയതായിട്ട് മോമോസിൽ ലോഡഡ് ചീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈവനിങ് ആയിരിക്കും കുറച്ച് ക്രൗഡ് കൂടുതൽ ഉണ്ടാവും അല്ലേ? നമുക്ക് ഈവനിങ് ആണ് നല്ല തിരക്ക് വരുന്നത്. ഒരു 5:30 തൊട്ട് 9 വരെ. നമ്മളെ മാതൃഭൂമി ഒട്ടുമിക്ക ബുക്കെല്ലാം ഉണ്ട് കേട്ടോ അവിടെ, കുറേ ബുക്സ്. അല്ലടാ, നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ എത്താൻ കാരണം എന്തായിരുന്നു? ഒരു മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമില്ല അടൂർ. നമുക്ക് ഫ്രീ ടൈമായിട്ട് വന്നിരുന്ന, സ്വസ്ഥമായിട്ട് വന്നിരുന്ന, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും, അതുപോലെ ഇപ്പോൾ ഇനി ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ബുക്ക് ഉണ്ട്. കൂട്ടിനാണെങ്കിൽ വരികയാണെങ്കിൽ സൊറ പറഞ്ഞിരിക്കാൻ നല്ല ആംബിയൻസ് ആയിട്ടിരിക്കാം അല്ലേ? നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ നമ്മളൊരു 3 മാസമേ തുടങ്ങിയിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആൾ വരുന്നുണ്ട്, സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, ആളറിഞ്ഞു വരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള നല്ല കാപ്പിപ്പൊടി, അതുപോലെ തന്നെ നല്ല ചായപ്പൊടി, അതാണ് നമ്മുടെ പോയട്രിയിലെ മെയിൻ ഐറ്റം.
അതിന് പുറമെ തന്നെ കണ്ടില്ല കുറേ മൊയ്റ്റോ ഐറ്റംസ്, അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് ഐറ്റം. അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞ 2 ഐറ്റമാണ് പറഞ്ഞേക്കുന്നത് മിൽക്ക് ഷേക്ക്. ഒന്ന് ബട്ടർ സ്കോച്ചിൻ്റെ ബ്ലെൻഡും അതുപോലെ തന്നെ മാംഗോ മെൽഡ എന്ന ഐറ്റവും. ചിക്കൻ പോപ്കോണും കുറച്ച് മയോണൈസും കൂട്ടി. ഇതിൽ വന്നു കഴിഞ്ഞാൽ സംഗതി നൈസാണ്, ഗംഭീരമാണ്. അത് ഞാൻ ഗ്യാരണ്ടി. അപ്പം എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമ്മുടെ അടൂർ ബൈപ്പാസിൽ നിന്ന് കോട്ടയത്തേക്ക് കായംകുളത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാം. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് പോയട്രി. തൽക്കാലം ഞാൻ എല്ലാം വിട്ടേക്കും. വീണ്ടും സന്ധിക്കും വരെ വണക്കം.